ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നടന്ന് ഞങ്ങൾ എവിടെ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ലിതിയമ്മയ്ക്ക് ഇഞ്ചക്ഷൻ ഉള്ള ദിവസമാണ്, 5ാം മാസത്തെ ഇഞ്ചക്ഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വായനശാല എന്ന് പറഞ്ഞൊരു വായനശാലയുണ്ട്, അവിടെ പോവാണ്. അപ്പോൾ ലിതി അവിടെ നിൽപ്പുണ്ട്, കാരണം ലിതിയമ്മ. അപ്പോൾ ഞങ്ങൾ പയ്യെ നടക്കണം. ഇന്നാണ് വെയിൽ തെളിഞ്ഞ്, ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെയൊക്കെ. ഹായ്, ഹലോ. പയ്യെ നടന്നു കേട്ടോ. ഇത് ഞാൻ ഒപ്പം എത്തി. അമ്മ പോയോ? ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങോട്ട് പോകുന്നു ഇഞ്ചക്ഷൻ എടുക്കാൻ. 5ാം മാസത്തെ. അതെ, 5ാം മാസത്തെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകാം കേട്ടോ. ഇത് നമ്മുടെ ആദ്യമുണ്ട്. അതിനെ കൊണ്ടുപോകുന്നില്ല, ആദ്യം കടയിൽ പോകാൻ വേണ്ടി വരുന്നത് കേട്ടോ. അത് കടയിൽ പോകാൻ വരുന്നു. ഈ ഇതെന്ത് മാറിയില്ല കേട്ടോ, നല്ലതായിട്ട് നീര് വെച്ചു. അതുകൊണ്ട് ഇന്ന് സ്കൂളിൽ വിട്ടില്ല. അപ്പോൾ ആദ്യം അച്ഛമ്മയും കൂടി ഹോസ്പിറ്റലിൽ പോലെടാ. അപ്പോൾ അവർ രണ്ടുപേരോടാ ഹോസ്പിറ്റലിൽ പോവാണ്. കടയിൽ പോയി ബിസ്ക്കറ്റും മേടിക്കാൻ വേണ്ടി അത് പോവാം. അപ്പോൾ ഞങ്ങൾ പയ്യെ നടന്നു. ഇത് അടുത്ത് തന്നെയാണ്, പയ്യെ നടന്നു പോയത്. അതെ. പിന്നെ പോകേണ്ടത് സ്കാനിങ്ങിന് പോകുമ്പോഴാണ് ഒരു പ്രശ്നം. കാരണം കുറേ നടക്കാണ്ട്. വണ്ടി കയറി പോരുന്നത് പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, 2 വീലറിലും കയറരുത്, ഒരു വണ്ടിയിലും കയറരുത്, പയ്യെ എവിടെയെങ്കിലും പോകാണ്ടെങ്കിൽ പയ്യെ നടന്നു പോകാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്കാൻ ചെയ്യാൻ ഒത്തിരി എന്ന് പറയാനില്ല, എങ്കിലും അത്യാവശ്യം നടക്കാൻ കേട്ടോ. ക്ഷീണിക്കാൻ പാകത്തിന് നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ റോഡിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ ശ്മശാനം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നടന്ന് മന്ദം നടന്ന് ഞങ്ങൾ പോകുകയാണ് ഗൈസ്. വണ്ടികൾ വരുന്നുണ്ട്, ഒതുങ്ങി നടക്കട്ടെ കേട്ടോ. ഇതാണ് ശ്മശാനം. ശ്മശാനം കാണിക്കാം. ശ്മശാനം ഇതാണ് ശ്മശാനം, അരൂർ ശ്മശാനം. ബഹിനി ഇങ്ങോട്ടല്ലേ, നമ്മളിങ്ങോട്ടാട്ടോ പോകുന്നത്. ആദ്യം ഞങ്ങളുടെ കൂടെ പോകുന്ന കേട്ടോ. അത് വണ്ടി ഇങ്ങോട്ടാ കയറുന്നത്. ഒതുങ്ങിയില്ല. ആദ്യം മിഠായൊക്കെ ചോക്കോ ഇതിൻ്റെ ചോക്കീസോ ചോക്കി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ആദ്യം വണ്ടി വന്നത് ഞാനും ആദ്യം ഇവിടെ നിന്നു. വിജയമ്മ അങ്ങ് പോയിട്ടോ. ഇത് നടന്നു പോകണോട്ടോ. റോഡൊക്കെ ആകെ ശോഭവച്ചന അവസ്ഥയിലാണ്. ആദ്യം നീ വരുന്നില്ല എന്ന് പറഞ്ഞിട്ടോ. കൂട്ട് വേണ്ട ഒരു ആങ്കൊച്ചി ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലേ, അതിനാണ് ആദ്യം വരുന്നത്. നമ്മളെ ചൂല് പോയത് ഭാഗമില്ലേ, ആദ്യമായിട്ട് ആണോ? ഞങ്ങളങ്ങനെ പുറത്തിരിക്കാം കേട്ടോ. വിദ്യമ്മ ഉള്ളിൽ നല്ല തിരക്കുണ്ട്, അപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തോണ്ടിരിക്കാം. ഞങ്ങൾ രണ്ടുപേരും ഇരിക്കുന്നു. നീ പോകുന്നില്ല ആശുപത്രി പോവാൻ? അപ്പം പേടിത്തുണ്ടനാണ്. ഛർദിക്കാനോ? ഓക്കെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് പോവാം. 19ാമത്തെ ടോക്കനാണ് ലിതി മോളുടെ. അപ്പോൾ ഇപ്പോൾ 7ഓ 8ഓ ആയിട്ടുള്ളൂ. അപ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അപ്പോൾ ഞാനെന്തായാലും വീട്ടിൽ പോയിട്ട് എനിക്ക് വർക്കും ഉണ്ട്, അതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം പോയി നമുക്ക് നമ്മുടെ വീട്ടിലെ പണിയൊക്കെ നോക്കാം. അപ്പോഴത്തേക്കും ലിതിമോട് തന്നെ വന്നോളും, കുഴപ്പമൊന്നുമില്ല. അല്ലാതെ ഞങ്ങളെന്തായാലും വീട്ടിൽ പോട്ടെ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകണം കടയിൽ നിന്ന് കേട്ടോ. അപ്പോൾ പോയിട്ട് കയ്യിൽ പോ. കുറേ നടന്നെന്ന് പറയണോ? കുറേ ഒന്നുമില്ല, എവിടെ നിന്ന് ഇവിടം വരെ. അതെ ഇപ്പോൾ ഉണ്ടോ റോഡ് കണ്ടില്ലേ, അപ്പുറം ഇപ്പുറയൊക്കെ. അത് ഇഞ്ചക്ഷൻ എടുത്തിട്ട് ആളെ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അടുത്തല്ലേ? എത്ര നമ്പർ കിട്ടി? എത്ര? 19ാം നമ്പർ. ഇന്ന് പിള്ളേരുടെ ഇഞ്ചക്ഷൻ എടുക്കുന്നു, പിന്നെ മരുന്ന് കൊടുക്കുമല്ലോ, വൈറ്റമിൻ മരുന്നുകൾ. അപ്പോൾ അതിൻ്റെ തിരക്കിലായിരുന്നു. അപ്പോൾ 19ാം നമ്പർ ആയതുകൊണ്ട് അവസാനമല്ല, എന്നാലും
കുറച്ച് പേരും കൂടെ ബാക്കിയുണ്ടായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ 1 മണിയായി. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ നേരത്തെ ഇങ്ങ് പോന്നേ, എനിക്കിവിടെ വന്നിട്ട് വർക്ക് ഉണ്ടായിരുന്നു, അവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാനുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പോന്നു. പാവ വന്ന് വേഗം മോരുകറി വെച്ചു, മീൻ വറച്ചു, ചോറ് വെച്ചു, അക വെച്ച് കഴിച്ചു. കുറച്ച് നേരം കിടന്നു, ഉറങ്ങിയില്ല, കുറച്ച് നേരം കിടന്നു. കുറച്ച് കോവയ്ക്കുണ്ട് കേട്ടോ പുറകിൽ, അത് പറിക്കണം, അതൊന്ന് പറിക്കാൻ ഞാൻ കാണിച്ചു തരാവേ. പിന്നെന്താ എന്താ വിശേഷങ്ങൾ? നമ്മളെന്നും ഇങ്ങനെ സംസാരിച്ചപ്പോ വീട് ഇടുന്നത് വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ട്, എന്നാലും സമയം കിട്ടുന്നില്ല. സമയം കിട്ടാത്തോണ്ട് ഓരോരോ തിരക്കല്ല, ജോലിയുണ്ട് എനിക്ക്, അതുകൊണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാൻ പറ്റുന്നില്ല. ഇതിമൊക്കാണേലും ക്ഷീണം. അതിപ്പോ നടക്കുമ്പോൾ വയറിന്റെ അടിയിലൊക്കെ വേദന, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ആദ്യം പ്രഗ്നന്റ് ആയ സമയത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു. അന്നേരം ഈ ഏജ് അല്ലല്ലോ. അകത്ത് കലാമേ അമ്മ അന്ന് ജോലിക്ക് പോകുമായിരുന്നു 7 മാസം വരെ, 7-8 മാസം വരെ പോയി കേട്ടോ. അന്നത്തെ പ്രായമല്ല ഇന്നത്തെ പ്രായം. അതെ, അന്നത്തെ പ്രായം നമുക്ക് ഒരുപാട് മാറ്റം വന്നു ശരീരത്തിൽ. അല്ല, ശരീരത്തിലായാലും മനസ്സിനായാലും എല്ലാം കൊണ്ടും മാറ്റങ്ങൾ ഒരുപാട് വന്നു. അപ്പം അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോഴുണ്ട്. എന്നാലും അങ്ങനെ പ്രശ്നങ്ങളിലോട്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല, ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ദൈവത്തിനോട്. അതുകൊണ്ട് സത്യമായിട്ടോ അവളുകൊണ്ട് ടെൻഷൻ കുറവാണ്. എപ്പോഴും വർത്താനൊക്കെ പറഞ്ഞിരിക്കും. ചേട്ടായി ഇല്ലല്ലോ, ചേട്ടായി ഇന്നുണ്ട്, വല്ലപ്പോഴും വരാറുള്ളൂ. ജോലിക്ക് വല്ലപ്പോഴും വന്നിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ജോലിന്ന് ചോദിച്ചേ? ജോലി ഇവിടെ ST ഡിപ്പാർട്ട്മെൻറ്റിൽ കളക്ട്രേറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ വേറെ ഇവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ചെറിയ സൺഡേ ഒക്കെ അതിന് പോവും. അപ്പം അങ്ങനെയുള്ള വർക്കാണ് ചെയ്യുന്നത്. അപ്പം എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാവില്ല, ഫീൽഡിൽ അങ്ങനെയുള്ള വർക്കുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോകും. പിന്നെ വേറെ എന്താ അതിന് പ്രഗ്നൻ്റ് ആയിരുന്നു 8 മാസം വരെ കഴിഞ്ഞിട്ട് എന്തോ പറഞ്ഞല്ലോ. ഞാനും പറഞ്ഞു, മറവിയും കൂടെ വന്നിപ്പോ. അല്ല, നമ്മളുണ്ടായിരുന്ന ആശ്വാസം അതൊക്കെ പറഞ്ഞു. ഉള്ളതുകൊണ്ട് ആശ്വാസം, സംസാരിക്കാം. എന്നാലും അങ്ങനെ ടെൻഷൻ അടിക്കുന്നൊന്നുമില്ല കേട്ടോ. ദൈവം ബാധ്യത എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തിന് പകുതി വിട്ടുകൊടുക്കുന്നു, പകുതി നമ്മൾ ചെയ്യേണ്ടതായ ചുമതലകളും കർത്തവ്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നു. അപ്പം പിന്നെ അങ്ങനെ പോവാം. ലിതുമോക്ക് കുറെ ഫാൻസ് ഉണ്ട്, കുറെ പേർക്ക് ലിതുമോളെ ഇഷ്ടമാണെന്ന് പറയാം. എനിക്ക് താങ്ക്സ്. ഭയങ്കര സന്തോഷം അങ്ങനെ പറയുമ്പോൾ. നമ്മൾ മനുഷ്യന്മാർക്കല്ലേ മനുഷ്യന്മാരെ മനസ്സിലാവുള്ളൂ, മൃഗങ്ങൾക്കും മൃഗങ്ങളെ മനസ്സിലാവും, പക്ഷികൾക്ക് പക്ഷികളെ മനസ്സിലാവും. അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഒരു കാക്ക അറിയുമ്പോൾ തന്നെ അടുത്ത കാക്ക പറന്നു വരും. അപ്പം എല്ലായിടത്തും ഉണ്ട് സംസാരങ്ങളും എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്. പാട്ട് പാടുന്നതുണ്ടാവും, അതൊന്നും നമുക്കറിയില്ല. നമ്മൾ മനുഷ്യന്മാർക്ക് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ചില ആൾക്കാർക്ക് പാട്ട് പാടണ മനസ്സിലാവും. നീ എന്നത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷികൾ പാട്ട് പാടും, ശരിയാ. മൃഗങ്ങളാണ് ഇങ്ങനെ അവര് സംസാരിക്കുന്നുണ്ടാവും. സംസാരിക്കും. എല്ലാവർക്കും അവരുടേതായ ഭാഷയിൽ അവരുടേതായ ഭാഷയിൽ സംസാരിക്കും. അപ്പം മനുഷ്യന്മാരാകുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് സംസാരിക്കുന്നതും പെരുമാറുന്നതും ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളിലൂടെയാണ്. അത് വലിയ സന്തോഷം. അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ്. ഒരു മനുഷ്യർ അത് ഓരോരുത്തരുടെ പ്രവർത്തനത്തിലൂടെ അവരുടെ സംസാരത്തിലൂടെയൊക്കെ ആയിരിക്കും ഓരോരുത്തർക്കും. അല്ല, എനിക്കും അങ്ങനെയാണ്. ചിലരോട് മുൻജന്മത്തിൽ കണ്ട പരിചയത്തിലൊക്കെ സംസാരിക്കും. ഞാൻ വണ്ടി വെച്ച് കണ്ടാലും മിക്ക ആൾക്കാരോടൊക്കെ ഞാൻ സംസാരിക്കും. അങ്ങനെ നമ്മൾ മാറി നിൽക്കുകയില്ല. എന്താണ് എല്ലാവരോടും വിശേഷങ്ങൾ അങ്ങനെ ഒത്തിരി ആയിട്ടല്ല, അത് നമുക്ക് അങ്ങനെ പരിചയം എന്ന് തോന്നുന്നവരോട് ഒരു എപ്പോഴും എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആരെ കണ്ടാലും ചിരിക്കുക, അപ്പോൾ അവർ തിരിച്ച് ചിരിക്കും. അപ്പോൾ ചിലർക്ക് വട്ടായിരിക്കും. ഇല്ല, അങ്ങനെയൊന്നും ഓർക്കത്തില്ല. ചില ആൾക്കാർ എന്താ പറയുക, ചിലവരെ കാണുമ്പോഴേ അങ്ങനെയല്ല, ചിലർ കാണുമ്പോൾ നമുക്ക് ചിരിക്കണം എന്ന് തോന്നും. പക്ഷെ ഗൗരവം പിടിച്ചു വരുന്നവരുണ്ടല്ലോ, നമ്മളൊന്ന് ചെറിയ പുഞ്ചിരി ഒന്നും കൊടുത്ത് എല്ലാവരും ചിരിക്കും. ഞാൻ നേരത്തെ ഒന്നും അങ്ങനെ ചിരിക്കുകയായിരുന്നു, പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അങ്ങനെയല്ല പറഞ്ഞത്. ഈ യൂട്യൂബിലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയ പിന്നെ യൂട്യൂബൊക്കെ ഉള്ളപ്പോൾ നമ്മളെ അറിയാഞ്ഞിട്ടായിരിക്കില്ല നമ്മളൊക്കെ ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ,
കുഞ്ഞാച്ചി ലിജുമോൾ ഒരുപാട് വർത്താനം പറയും, അവൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് സ്കൂളിലൊക്കെ. ഞാൻ സ്കൂളിൽ ഫ്രണ്ട്സ് ഉണ്ട്, എന്നാലും എനിക്ക് അങ്ങനെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അങ്ങനെയൊന്നുമില്ല. എപ്പോഴും കാണുമ്പോൾ എല്ലാവരോടും സംസാരിക്കും, വർത്താനം അവിടെ തീരും. ഞാനാണെങ്കിൽ ആരോടും അധികം മിണ്ടില്ലാത്ത ആളായിരുന്നു. പക്ഷേ ജോലിക്കൊക്കെ പോയി കഴിഞ്ഞപ്പം എല്ലാവരുമായിട്ട് സംസാരിച്ച് ഒരുപാട് പേരെ അറിയാം. ഇപ്പോൾ കളമശ്ശേരി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പേരെ അറിയാവുന്നുണ്ട്, ഒത്തിരി പേരുമായിട്ട് പരിചയമുണ്ട്. അപ്പോൾ എല്ലാവരും എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കും. ഞാൻ അതിനെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എന്തെങ്കിലും ചായയൊക്കെ കുടിക്കാൻ കടയിൽ ശരിക്കും പൈസ കൊടുക്കാണ്. ഒത്തിരി പേര് അറിയുന്നവരുണ്ടെങ്കിൽ ഞാൻ കൊടുത്താലാൻ പോലെ എന്നൊക്കെ പറഞ്ഞ് എന്നോട് ഇങ്ങനെ പറയും. അങ്ങനെ കൊടുത്തിട്ടുമുണ്ട് കേട്ടോ. അപ്പം അത്ര അറിയുന്ന പരിചയമുള്ള ആൾക്കാർ. ഷോപ്പാകുമ്പോഴേ ഒരു ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടായിരുന്നു അവർക്ക്. അപ്പം അവിടെ വരുന്ന കസ്റ്റമറെ കൂടുതൽ അറിയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ഒത്തിരി പേരൊക്കെ ആയിട്ട് പരിചയമുണ്ട്. അങ്ങനെ സംസാരിച്ചു. അതായത് നമുക്കൊരു ഉള്ളി തോന്നൂടി അവര് ഇന്ന ആളെ കാണുമ്പോൾ ചിരിക്കണമെന്ന് നമുക്കുള്ളി. ഞാൻ അങ്ങനെ മുൻജന്മത്തിൽ കണ്ട പരിചയത്തിൽ എന്ന് നമ്മൾ ഓരോന്ന് സത്യം പറഞ്ഞ് പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സന്തോഷം. അവയുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷത്തോടു കൂടി ഇരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ പോയി കഴിയുമ്പോൾ അതും സങ്കടമാകും കേട്ടോ. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി സ്കാനിങ്ങോടെ പിന്നെ എല്ലാവരും ചോദിച്ചു, കമൻറ്റ് കണ്ടായിരുന്നേ. അപ്പോൾ ലിജിമോക്ക് ഇങ്ങനെ ഇരിക്കുന്നു, ലിജിമോക്ക് ചേട്ടായിക്ക് സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിജിമോളുടെ അടുത്താൽ ഇവിടെ എങ്ങനെ നിൽക്കും എന്നൊക്കെ ചോദിച്ചേ. അപ്പോൾ ലിജിമോക്ക് ഇപ്പോൾ 5ാം മാസത്തിലേക്ക് കടന്നു. അപ്പോൾ ഇതിൽ സ്കാനിങ് കഴിഞ്ഞ് കഴിയുമ്പം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലിജിമോളുടെ അടുത്ത് അപ്പോഴത്തേക്ക് ചേട്ടായിക്ക് ഇത് വരത്തുള്ളൂ. ഓപ്പറേഷൻ്റെ ഇത് വരാൻ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ അതാകുമ്പോഴത്തേക്ക് നമ്മൾ പോയാൽ മതി. അതെ, അങ്ങനെ അതെ. അപ്പം പിന്നെ നമുക്ക് കുറച്ച് ലോണൊക്കെ ഉള്ളതുകൊണ്ട് അമ്മയ്ക്കും പോകാതിരിക്കാൻ പറ്റത്തില്ല, എനിക്കും പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 ലോൺ നമുക്ക് തീരും ഈ മാസം. അപ്പോൾ പിന്നെ ഈ മാസം കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ അമ്മച്ചി ലിജിമോൾക്ക് ഇപ്പോൾ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മച്ചി വരും. ലിജിമോളുടെ അടുത്ത് പോയി അമ്മയ്ക്ക് നിൽക്കാൻ പറ്റാത്ത വേറെ ഒന്നുമില്ല. അറിയാമല്ലോ, ലിജിമോളെ പൊക്കാനും എടുക്കാനൊന്നും വേറെ ആർക്കും പറ്റത്തില്ല. ചേട്ടായിക്ക് പറ്റത്തുള്ളൂ. പിന്നെ അവന്മാർ പിള്ളേരെ ഒക്കെ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. പക്ഷേ അവർക്ക് എപ്പോഴും വന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടെ ചെന്നാലേ പറ്റുള്ളൂ. എലിക്കുട്ടിയമ്മ അവിടെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. ഇപ്പോൾ ലിജിമോക്ക് അടുത്ത ആൾ വേണമെങ്കിൽ തീർച്ചയായിട്ടും എലിക്കുട്ടിയമ്മ വരും. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ എന്തായാലും നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. ആരും പ്രത്യേകിച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരിക്കലും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ അടുത്ത് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ എപ്പോഴും വേണം. ഇന്നയാൾ ചെയ്യുമെന്നോ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്നോ മറ്റുള്ള ഒരാളെ പ്രതീക്ഷിച്ച് ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം മാക്സിമം നമ്മൾ ഡെയിലി തുണി കഴുകണം, പിന്നെ അടിച്ചുവാരി തുടയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഒരാളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ കുനിഞ്ഞ് വെള്ളം കോരി മേത്തൊഴിക്കാൻ പോലും പറ്റുന്നില്ല ശരിക്കും പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്ഷീണമുണ്ട് ശരീരത്തിൽ. ഡോക്ടർ അതുകൊണ്ടാണ് നല്ല റെസ്റ്റ് പറഞ്ഞത്, ഒന്നും ചെയ്യുന്നില്ല അതുകൊണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്. അതെ, നമ്മളിനി എന്നും വർത്താനം പറയുമ്പോൾ നമുക്കും ബോറാവില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ നാളെ വീഡിയോയുമായിട്ട് വരാം. അതെ, നാളെ എൻ്റെ ചുരിദാർ കളക്ഷൻ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഗോൾഡ് എന്ന് പറഞ്ഞാൽ പഴയ ചുരിദാറുകളൊക്കെയാണ്, എല്ലാം പഴയത്, പുതിയതൊന്നും ഇല്ല, വളരെ കുറവില്ല ശരിക്കും പറഞ്ഞാൽ 2 വർഷം മുമ്പൊക്കെ. അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ, നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.